ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്. കിച്ചണൊക്കെ ഫുള്ള് മെസ്സി ആയിട്ട് കിടക്കുക. ഇന്ന് നമ്മുടെ അതുല്യയുടെ ബർത്ത്ഡേ ആട്ടോ. അതിന് അവൾ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി എനിക്കൊരു ബിരിയാണി വെച്ച് തരണം, എനിക്കൊരു പായസം വെച്ച് തരണം, നമുക്ക് കേക്ക് മുറിക്കണം, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടാം, ചേച്ചി എനിക്കെല്ലാം ചെയ്താണ്, ഞാൻ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരുമെന്ന്. അപ്പം ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് സംഭവങ്ങൾ ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ. പിന്നെ ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവൾ കിറ്റാണ് കേട്ടോ, 1 കിലോയുടെ വെച്ചിട്ട് 2 കിറ്റാണ് വാങ്ങിക്കൊണ്ട് വന്നത്. അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 2 കുക്കറിലായിട്ടാണ് ചെയ്യുന്നത്. കുക്കർ ബിരിയാണിയാണ് ചെയ്യുന്നത്. എനിക്കിവിടെ പാത്രങ്ങൾ വളരെ കുറവായത് കാരണം ഞാൻ കുക്കറിൽ ബിരിയാണി വെച്ചു. ഡാൽഡയും നെയ്യും ഒഴിച്ചിട്ട്, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏല, പിന്നെ അതിനകത്ത് ചെറിയ മണികളുണ്ടല്ലോ, അതിൻ്റെ പേരെനിക്കറിയത്തില്ല, പിന്നെ ബേ ലീഫൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതെല്ലാം ഇട്ടു. അതിന് ശേഷം അതാണ്ട് 2 എണ്ണത്തിൽ ഞാൻ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ആദ്യം അമൃതയാണ് ഇളക്കായിരുന്നെങ്കിൽ പിന്നെ അമൃത മാറി, പിന്നെ തമ്പുരുമായിരുന്നു. പിന്നെ അതിനകത്തോട്ട് 2 ഉപ്പിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് റൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ നമുക്ക് ചിക്കൻ ഇതിനകത്തിട്ട് സെറ്റ് ചെയ്യണം. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ഇതിനകത്തിട്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇതിനകത്തിട്ടിട്ട്, പിന്നെ ഞാൻ തക്കാളി ഇട്ട് നല്ലപോലെ വഴറ്റി, നല്ല വഴണ്ട് വരുമ്പോൾ അതിനകത്തോട്ട് കണ്ട് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇതിനകത്ത് കുറച്ചിട്ടു, ആ കുക്കറിനകത്തും കുറച്ചിട്ടു. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തത് ഞാൻ ചിക്കനകത്ത് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ്, പിന്നെ തൈര്, പിന്നെ ക്രഷ്ഡ് ചില്ലി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല, ഗരം മസാല, ഇത്ര ഇട്ടോ ഞാൻ മാരിനേറ്റ് ചെയ്തത്. ഇതിൻ്റെ ഇടയ്ക്ക് ഏതാണ്ട് ലിബിൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ആര്യയും ലിബിൻ ചേട്ടനും കൂടി മത്സരത്തിൻ്റെ മേളിൽ മത്സരമായിരുന്നു മാങ്ങ ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. ഒരാൾക്ക് മാങ്ങ കട്ട് ചെയ്ത് തിന്നണം, ഒരാൾക്ക് മാങ്ങ ഷേക്ക് അടിക്കണം. അപ്പോൾ അവരത് മാങ്ങ ഷേക്കൊക്കെ അടിക്കട്ടെ, നമുക്കിവിടെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം. അങ്ങനെ ഞാനതെല്ലാം മിക്സ് ചെയ്ത് ചിക്കനെല്ലാം ഇട്ട് ആവശ്യത്തിന് റൈസ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. പിന്നെ അതിനകത്തുനിന്ന് റൈസ് വീണ്ടും ഒന്നും കൂടി കഴുകി വാരി ഇട്ട് കുക്കർ നാണ്ട് അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് അടച്ചു വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഷേക്കൊക്കെ ഉണ്ടാക്കി നമുക്കും തന്നു. അങ്ങനെ വിസിൽ വന്നു കേട്ടോ. 2 എന്താ പറയുക, കുക്കറിനകത്ത് വിസിൽ വന്നു. അവൻ്റെ ബർത്ത്ഡേക്കാരി കണ്ടില്ലേ, ഇവളിപ്പോഴും കുട്ടിക്കളി മാറാത്ത കുട്ടിയാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, 18 വയസ്സ് പൂർത്തി. അങ്ങനെ വിസിലൊക്കെ എല്ലാം വെയിറ്റെല്ലാം പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി. അടി പിടിച്ചതല്ല കേട്ടോ, എൻ്റെ പുതിയ ഗ്യാസ് സ്റ്റൗ. അപ്പോൾ ആ ഗ്യാസ് സ്റ്റൗവിൻ്റെ സൈഡിൽ ഒരു 3 ക്ലിപ്പുള്ളൊരു കമ്പി ഉണ്ടാവില്ല, അപ്പോൾ അത് ചൂടാവുമ്പോൾ ഒരു കളർ വരുന്നുണ്ട് കേട്ടോ. അപ്പം ബിരിയാണിയെല്ലാം ഞാൻ തട്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോഴേക്കും പായസം വെച്ചു, സേമിയ ആയിട്ടോ വെച്ചത്. അവൾ എല്ലാം കിറ്റാണ് വാങ്ങിക്കൊണ്ട് വന്നത്. ഈ വീഡിയോയുടെ ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ സ്റ്റക്ക് ആവുന്നുണ്ട് കേട്ടോ. എനിക്ക് എഡിറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ക്ഷമിക്കണം, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതെന്തോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമായിരിക്കും. പിന്നെ അത് അയച്ചുമില്ലാത്തൊരു കളിയില്ല എന്ന് പറയുന്ന പോലെ അവളും ഇന്നും ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചപ്പോൾ അവനൊരു ചെറിയ പിണക്കം. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവനെ കൊണ്ട് കേക്ക് മുറിപ്പിച്ചു. പിന്നെ എല്ലാവർക്കും ബർത്ത്ഡേയുടെ സദ്യ, ബിരിയാണി സദ്യയൊക്കെ വിളമ്പി. അപ്പം ഞങ്ങളെല്ലാവരും ഇനി കഴിച്ചു, ഇനി പോയി കിടന്ന് ഉറങ്ങട്ടെ, എല്ലാവർക്കും വയ്യ കേട്ടോ. ഞങ്ങളെല്ലാവരും വളരെ ടയേർഡാണ്. ഓൾറെഡി ഞങ്ങൾ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ഒരു ടയേർഡുണ്ട്. എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിവേ 18 വയസ്സൊക്കെ പൂർത്തിയായി. അതുല്യ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അടിപൊളിയായിട്ട് സൂപ്പറായിട്ടിരിക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും